ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറയൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടൊരു ആന പോകുന്നുണ്ട്. അത് കാലടി ഉള്ളൊരു കുട്ടിക്കൃഷ്ണനാണ്. ഈ ആന കാലടി എന്ന സ്ഥലത്താട്ടോ കുട്ടിക്കൃഷ്ണനാണ്. കുട്ടിക്കൃഷ്ണൻ അപ്പോൾ അത് കമ്മിറ്റി വക ആയിരിക്കും, അമ്പല കമ്മിറ്റി വക ഉള്ള ആനയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഒരു 3 മണിക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ആരുമില്ല കേട്ടോ. ഉണ്ടോ, ഭയങ്കര ശൂന്യമായിട്ട് കിടക്കുകയാണ് അമ്പല പരിസരങ്ങളൊക്കെ. ഇതവിടുത്തെ ഒരു കുളമാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ പുറകിലോട്ട് വന്നപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. നല്ല അതിമനോഹരമായ ഒരു കുളം ഉണ്ട് കേട്ടോ. ഇതൊരു പാടത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം. കുട്ടിക്കൃഷ്ണൻ ഇവിടെ നിന്ന് പനമ്പട്ടൊക്കെ തിന്നുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കുളം എന്തായാലും അടിപൊളിയായി. ഇത് നമ്മുടെ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ ആളവിടെ നെറ്റിപ്പൊട്ടൊക്കെ ചാർത്തി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പൂരത്തിനൊരു പ്രശ്നം വെച്ചാൽ അവിടെ മരുന്ന് പണി അതിഗംഭീരമായിട്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് കേസും കൂട്ടത്തിലൊക്കെ ആയി. കഴിഞ്ഞ കൊല്ലം എന്തോ ചൈന അടക്കം പൊട്ടിച്ചതിനടക്കം കേസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. പെർമിഷൻ ഇല്ല ഇവിടെ തീരെ. മംഗലാംകുന്ന് ശരൺ അയ്യപ്പനെയാണ് ഇവർ ഈ കമ്മിറ്റി ഇറക്കിയിട്ടുള്ളത്. അത് ഈ കമ്മിറ്റിയുടെ എന്താണ് പറമ്പത്തൂർ ദേശം, അങ്ങനെ കുറച്ച് ദേശങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇരട്ടച്ചങ്കൻ ശരൺ അയ്യപ്പൻ, ഇത് തിടമ്പ് വെച്ചിട്ടില്ല കേട്ടോ. ആനയുടെ ടൈം ആവുന്നുള്ളൂ. പിന്നെ ഇവിടെ കൊട്ടൊക്കെ തുടങ്ങി. ഇത് നമ്മുടെ തിരുത്താലക്കൊപ്പത്താട്ടോ. തിരുത്താലക്കൊപ്പം നമ്മളെ കരിമ്പ് ജ്യൂസൊക്കെ വിൽക്കുന്ന കാക്കയുടെ കടയുടെ മുന്നിലാണ് കേട്ടോ അത്. അപ്പം ഇന്ന് എനിക്ക് വൈഫ് ഹൗസിലൊരു നോമ്പ് തുറണ്ട്. അപ്പോൾ ഒരു 6 മണിക്ക് ഇവിടുന്ന് കഴിച്ചിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മണിക്കൂർ വന്നപ്പോൾ ഇവിടെ പരിപാടികളൊന്നും നടന്നിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതൊരു 5 മണിയായപ്പോഴത്തേന് ഇങ്ങനെ ഓരോ വരവ് ഇങ്ങനെ തുടങ്ങി കേട്ടോ. പാറയും ബോധനൊക്കെ വള്ളുവനാടൻ സ്റ്റൈലിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ. പിന്നെ 1-2 ടീം തൃത്താലക്കൊപ്പം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോയിട്ട് തൊഴുത് വരാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ ആന ഉണ്ടല്ലോ നമ്മളെ ശ്രീകുട്ടൻ, അതിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അമ്പലം വക ആനയാണ്. അപ്പോൾ അത് ഇവിടെ വന്ന് തൊഴുത് പോയതിൻ്റെ ശേഷമുള്ളൂ മറ്റുള്ള ടീമുകളൊക്കെ പിന്നെ അങ്ങോട്ട് അമ്പലത്തിലോട്ട് വരുള്ളൂ കേട്ടോ. ഈ അമ്പലത്തിലോട്ടല്ല, എറയൂർ ഭഗവതി ക്ഷേത്രത്തിലോട്ട്. അപ്പോൾ ഇവിടെ ഓരോ ദേശക്കാരെയും ടീം ഇവിടെ റെഡിയായിരിക്കുന്നുണ്ട്. കാളയും പറയൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക. കാരണം ഈ ആന അമ്പലം അങ്ങനെ ചുറ്റുപാടും നടന്നതിൻ്റെ ശേഷമാണ് ആ പരിപാടികളൊക്കെ ഉണ്ടാകുക. അപ്പോൾ അത് കുറച്ചും കൊണ്ട് വരാണ്ട് കേട്ടോ. തിരുത്താലക്കൊപ്പം പറക്കാട് റോഡിനാണ് കേട്ടോ, മുതല റോഡിനാണ് ഈ അയ്യപ്പ ക്ഷേത്രം ഉള്ളത്. ആരിത് അജിക്കുട്ടനോ? അജിക്കുട്ടൻ നമ്മുടെ കുട്ടിച്ചങ്കരൻ്റെ പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് എന്തോ പറയുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ, നമ്മളെ കൂടെ പെയിൻറ് ചെയ്യുന്ന ആളാണ് അജി. അവൻ്റെ ദേശമാണിത്.
പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരനാട്ടോ, ഇത് സുനിൽ കുമാറാണ്. നമ്മളെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാരനാണ്, ക്ലാസ്മേറ്റ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ദേശങ്ങളും വരാൻ കാത്തു നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ എനിക്കൊരു നോമ്പ് തുറയുണ്ട്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. കൊടുമുടിയാണുള്ളത്. 6:45 ആകുമ്പോഴത്തേനും അങ്ങോട്ട് എത്തണം. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പോന്നാലുള്ളൂ അങ്ങോട്ട് എത്തുള്ളൂ. കാരണം ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഓരോ ദേശക്കാർ വരുമ്പോൾ നല്ല ബ്ലോക്കിൽ പെടും. റോഡിലേക്ക് ഇവിടുന്ന് എത്തണമെങ്കിൽ ഒരു 700 മീറ്റർ നടക്കാനുണ്ട്. ബൈക്ക് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി മറ്റൊരു പൂരത്തിൻ്റെ നേർച്ചകളൊക്കെ വീഡിയോ ആയിട്ട് കാണാം. നേർച്ച എന്തായാലും ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നേർച്ചകളുണ്ട്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു വീഡിയോയുമായി കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ മോനാണ് കേട്ടോ, ശ്രുതിയുടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. ലോങ് വീഡിയോക്ക് ലൈക്ക് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മളിപ്പോൾ ഈ പൂരം നേർച്ചയൊക്കെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോ ഉണ്ടോ. കാരണം ഫോണിലൊക്കെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. വരാൻ പറ്റാത്തവർ കുറേ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളെടുത്ത് ചാനലിലിടുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.